വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. വെനസ്വേലയ്ക്ക് പിന്നാലെ അമേരിക്ക ഗ്രീൻലൻഡിനെ ലക്ഷ്യമിടുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്ത്. നീക്കം ദേശീയ സുരക്ഷയെ മുൻനിർത്തിയെന്ന് ട്രംപിന്റെ വാദം. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ഗ്രീൻലൻഡ് ഞങ്ങൾക്ക് ആവശ്യമാണ്, അത് സംരക്ഷിക്കാൻ ഡെൻമാർക്കിന് കഴിയില്ലെന്നുമാണ് ട്രംപ് പറയുന്നത്. നീക്കത്തെ എതിർത്ത യൂറോപ്യൻ രാജ്യങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി നമുക്കിപ്പം വിഷ്ണു വിനോദ് ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ വെനസ്വേലയ്ക്ക് പിന്നാലെ അമേരിക്ക ഗ്രീൻലൻഡിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിടുന്നു എന്നൊരു റിപ്പോർട്ട് പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം ക്യൂബയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഇത്തരത്തിൽ ഓരോ ദിവസം കഴിയുന്നതോടും ഓരോ രാജ്യങ്ങൾക്ക് ഭീഷണിയായി മാറുകയാണ് അമേരിക്ക. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, തീർച്ചയായിട്ടും വെനസ്വേലയ്ക്ക് ശേഷം ഗ്രീൻലാൻഡിനും മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്ക. അവരുടെ ദേശീയ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതിനകത്ത് വൈറ്റ് ഹൗസും ഇന്നലെ രാത്രിയോടുകൂടി ഒരു ഔദ്യോഗികമായിട്ടൊരു സ്ഥിരീകരണം വരുത്തിയിട്ടുണ്ട്. അതായത് സൈനിക നടപടികളടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയാനുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ അന്റാർട്ടിക് മേഖല, അതായത് ആർട്ടിക് മേഖലയിൽ നിന്നുള്ള ശത്രുക്കളുടെ സുരക്ഷ, അതായത് ആക്രമണങ്ങൾ തടയാൻ ഡെൻമാർക്കിന് സാധിക്കില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു നമ്മളുടെ ഈ ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ ഭാഗമായി കൂട്ടിച്ചേർക്കണമെന്നുള്ളൊരു വാദവുമായി ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലവിൽ വന്നിരിക്കുന്നത്. എന്നിരുന്നാലും ഡെൻമാർക്ക് എന്ന് പറയുന്നത്, ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ള ഒരു സ്വയംഭരണ പ്രദേശമാണ്. 1979 മുതൽ ഇതൊരു സ്വയംഭരണ പ്രദേശമാണെങ്കിൽ കൂടിയും ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ള ഒരു രാജ്യമാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. ഏകദേശം 57,000 ആളുകളാണ് ഈ ഒരു പ്രദേശത്ത് വസിക്കുന്നത്. എന്തായാലും ഈ അമേരിക്കയുടെ ഈ ഒരു വാദത്തിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങളടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. ഡെൻമാർക്കിൻ്റെ, അതായത് ഗ്രീൻലാൻഡിൻ്റെ പ്രസിഡന്റും ഇതിനെ അതായത് ശക്തമായി ഈ ഒരു അമേരിക്കയുടെ ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനത്തിനെതിരെ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഗ്രീൻലാൻഡ് ഞങ്ങളുടെ ഭൂമിയാണെന്നും ആ ഭൂമി ഞങ്ങൾ ആർക്കും വിട്ടു നൽകില്ല എന്നുമാണ് ഗ്രീൻലാൻഡിൻ്റെ പ്രസിഡന്റ് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ട്രംപ് ഇന്നൊന്നുമല്ല, ഇതിനു മുൻപും ഗ്രീൻലാൻഡ് വേണമെന്ന് നിരന്തരമായി, അതായത് ഗ്രീൻലാൻഡ് അമേരിക്കയുമായി കൂട്ടിച്ചേർക്കണമെന്നുള്ള നിരന്തരമായ ആവശ്യങ്ങൾ ഇതിനു മുൻപും ലോകത്തോട് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതിൽ പ്രധാനമായും അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നത് ദേശീയ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ നമ്മളവിടെ നോക്കിക്കാണേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അവിടെ അപൂർവമായിട്ടുള്ള ധാതു ശേഖരണവും ഈ ഗ്രീൻലാൻഡിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ധാതു ശേഖരണം ഗ്രീൻലാൻഡ് എന്ന രാജ്യത്തിന് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തതയോടുകൂടി നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതിലും അമേരിക്കയ്ക്ക് കണ്ണുണ്ടോ എന്നുള്ള നിലയിൽ നമ്മൾ ഇതിനെല്ലാം പരിശോധിച്ച് പോകേണ്ട ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഈ ഒരു അധിനിവേശം, അതായത് മറ്റു രാജ്യങ്ങൾക്ക് മേലുള്ള ഈ ഒരു കടന്നുകയറ്റത്തിനെതിരെ നിരവധിയായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ലോകത്തെമ്പാടുമുള്ള ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, മെക്സിക്കോക്കെതിരെയും കഴിഞ്ഞ ദിവസം കൊളംബിയക്കെതിരെയും ഇത്തരത്തിലുള്ള ഭീഷണി അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ നിലവിൽ ഗ്രീൻലാൻഡിനെതിരെയും ഇത്തരത്തിൽ ഒരു കടന്നുകയറ്റം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും സൈനിക നടപടികൾക്കടക്കം സാധ്യതയുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അരുണിമ, വ്യക്തമാണ് വിഷ്ണു. വെനസ്വേലയ്ക്ക് പിന്നാലെ അമേരിക്ക ഇപ്പോൾ ഗ്രീൻലാൻഡിനെ ലക്ഷ്യമിടുന്നു എന്നൊരു റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത്. ദേശീയ സുരക്ഷയെ മുൻനിർത്തിയാണെന്നൊക്കെയാണ് ട്രംപിന്റെ വാദം. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ഗ്രീൻലാൻഡ് ഞങ്ങൾക്ക് ആവശ്യമാണെന്നും ഇത് സംരക്ഷിക്കാൻ ഡെൻമാർക്കിന് കഴിയില്ല എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. നീക്കത്തെ എതിർത്ത് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിഷ്ണു വിനോദാണ്.